കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിനോട് കാഴ്ചപ്പാടെല്ലാം രൂപീകരിച്ച് പിരിയുന്ന സമ്മേളനമായിരുന്നു ഈ സമ്മേളനം എന്ന് പറയുന്നത്. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. 13 സംസ്ഥാന സമ്മേളനങ്ങളിൽ വെച്ച് ഇത്രയേറെ ഒരു വ്യക്തതയോടുകൂടി, രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തതയോടും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോടും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകൾ കൊണ്ടും എല്ലാം സമ്പന്നമായൊരു സമ്മേളനമായിരുന്നു ആ സമ്മേളനം. പക്ഷേ ആ സമ്മേളനം അങ്ങനെയുള്ളൊരു സമ്മേളനമാണെന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നും PBയിലേക്ക് കൊണ്ടുവന്നില്ലെന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരു വിഷമവും അതിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഉത്കണ്ഠയും എല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ എന്താണ് എന്നെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറിനെ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. സമ്മേളന കാലത്ത് 2-3 ചിത്രങ്ങളുണ്ടായിരുന്നു പ്രൊഫൈലിൽ, മാറി മാറി വന്ന ചിത്രങ്ങൾ. കൂട്ടത്തിൽ പറയട്ടെ, പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഞാനല്ല. എനിക്ക് വേണ്ടി എൻ്റെ കൂടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു PA ഉണ്ട്. കഴിഞ്ഞ ദിവസം വന്നത് 20ാം പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനോടൊപ്പം തിരുവനന്തപുരം ജില്ലാ ഡെലിഗേഷൻ്റെ ഒരു ചിത്രമാണ് പ്രൊഫൈലായിട്ട് വന്നത്. നിങ്ങളതിലാരും ഉത്കണ്ഠപ്പെട്ടതായിട്ട് കണ്ടില്ല. പിന്നീട് പ്രൊഫൈൽ ചിത്രമായിട്ട് വന്നത് ഒരു വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ സംസാരിക്കുന്നതാണ്. അഭിമാനപൂർവ്വം എനിക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ചിത്രമാണത്. കാരണം അന്നത്തെ നവകേരള യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് തലസ്ഥാനത്ത് മാധ്യമങ്ങൾ തന്നെ ഞെട്ടിപ്പോയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു മഹാസമ്മേളനത്തിൽ അതിൻ്റെ സംഘാടകൻ എന്നുള്ള നിലയിൽ ഏറ്റവും മനോഹരമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ എനിക്ക് കിട്ടിയ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ പ്രൊഫൈൽ ചിത്രം എന്ന് പറയുന്നത്. അതിനകത്ത് ദുരുപദിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ നിങ്ങൾ എന്തിന് പരിശ്രമം നടത്തുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്നെപ്പറ്റി യഥാർത്ഥത്തിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ 1975 മുതൽ ഈ തലസ്ഥാന നഗരിയിലുണ്ട്. ഞാൻ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ പനി പിടിച്ച് കിടന്ന, അല്ലെങ്കിൽ അസുഖബാധിതനായി കിടന്ന, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ പേരിൽ 4 മാസം ജയിലിൽ കിടന്ന അത്തരം സന്ദർഭം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ നഗരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരുന്നാൽ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, മറ്റ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലെ സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുതൽ ഏറ്റവും ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ 48 വർഷമായിട്ട് ഈ തലസ്ഥാനത്തുണ്ട്. നിങ്ങളെല്ലാം മുന്തിയ മാധ്യമപ്രവർത്തകരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളല്ല, മാധ്യമപ്രവർത്തകരുമായിട്ട് അടുത്തു നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് യാതൊരു വിഷമവുമില്ല മാധ്യമപ്രവർത്തകരുടെ അടുത്ത് നിൽക്കുക. അപ്പോഴും എൻ്റെ പാർട്ടിയുടെ കരുത്ത് സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ മാധ്യമപ്രവർത്തകരോട് അടുത്ത് നിൽക്കുന്നത്. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാർത്ഥി, 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടുള്ള ഞാൻ രാഷ്ട്രീയ രംഗത്ത് വരുന്നത്. അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്ത് 4 മാസം ജയിൽവാസം അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകൻ. ഞാൻ അന്ന് തീരുമാനിച്ചതാണ്, എനിക്കൊരു ജോലി കിട്ടിയതാണ്. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അന്നു മുതൽ ഈ 48 വർഷക്കാലം ഈ പാർട്ടിയാണ് നിങ്ങളിന്ന് കരുതുന്നത് പോലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ നിലയിലേക്ക് രാഷ്ട്രീയമായും സംഘടനാപരമായും എന്നെ വളർത്തിയത് ഈ പാർട്ടിയാണ്, ഈ മഹത്തായിട്ടുള്ള പാർട്ടിയാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. NDPയുടെ പുഷ്കരകാലമായിരുന്നു. NDP എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് എതിരാളികൾക്ക് കെട്ടിവെച്ച കാശ് കൊടുക്കാതെയാണ് ഞാൻ ജയിച്ചത്. അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞാൻ. നിയമസഭയിലും മത്സരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ അഭിമാനകരമായിട്ടുള്ള വിജയം എനിക്കുണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ തോറ്റു, ഞാൻ പറയാതെ പോകുന്നില്ല, തോറ്റിട്ടുണ്ട്. തെറ്റായിട്ടുള്ള ചില തീരുമാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടൊരിക്കൽ തോറ്റു. ഞാൻ മത്സരിച്ച സ്ഥലത്ത് തന്നെ എന്നെ മത്സരിപ്പിക്കാതെ ആറ്റിങ്ങൽ മത്സരിപ്പിച്ചപ്പോൾ ഞാൻ തോറ്റുപോയി. അത് വളരെ പ്രഗത്ഭനായിട്ടുള്ള വക്കം പുരുഷോത്തമനായിട്ട് മത്സരിച്ച് ജയിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല.
പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനമാനങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുകയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു മൗലികമായിട്ടുള്ള ധർമ്മമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അതിനുവേണ്ടി ഞാൻ ആരുടെ പിന്നാലെയും സഞ്ചരിച്ചിട്ടില്ല. പാർട്ടി കാലാകാലങ്ങളിൽ ലഭിക്കുന്ന ഉത്തരവാദിത്വം നിറഞ്ഞ സത്യസന്ധതയോടും ത്യാഗമനോഭാവത്തോടും കൂടി നിർവഹിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം കഴിഞ്ഞ 48 വർഷക്കാലം കൃത്യമായിട്ട് നിർവഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ഇവിടെ നടന്ന മഹാസമരങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പലരും വന്ന് 75 ജനിച്ചവർ ഈ കൂട്ടത്തിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ജനിച്ച ഒരു കുഞ്ഞും നിങ്ങൾ ഈ കൂട്ടത്തിലില്ല. അത് കഴിഞ്ഞ് 80-ന് ശേഷം വന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഞാൻ ഇവിടെ നടത്തിയ നിങ്ങൾക്കറിയോ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 32 മണിക്കൂർ നീണ്ടു നിന്ന ഐതിഹാസിക സമരം നടത്തി. ആ സമരത്തിന് സഖാവ് പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ്. 1.5 ലക്ഷം വളണ്ടിയർമാർ സെക്രട്ടേറിയറ്റ് വളഞ്ഞു വെച്ച എന്തും സംഭവിക്കുമായിരുന്ന ഒരു വലിയ നിർണായക സമരം. ആ സമരത്തിന് നേതൃത്വം കൊടുത്തതും ആ സമരത്തിൻ്റെ സംഘാടനവും എനിക്ക് തന്നെയായിരുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനം എനിക്ക് വേണം, എന്നെ MLA ആക്കണം, എന്നെ നിങ്ങൾ മന്ത്രിയാക്കണം, എന്നെ പാർട്ടിയുടെ ഇന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളോ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എൻ്റെ സാന്നിധ്യം എങ്ങനെയാണെന്ന് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ? ആ വിജയത്തിൻ്റെ പിന്നിലെല്ലാം എൻ്റെ ഒരു പ്രവർത്തനം നിങ്ങൾ കാണുന്നില്ലേ? അതെല്ലാം എൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്നുള്ള നിലയിലാണ് അതെല്ലാം തന്നെ ഞാൻ നിർവഹിച്ചു പോരുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? CPM-നെ ആക്രമിക്കണം, CPM-നെ ഇല്ലാതാക്കണം. കടകംപള്ളിയിൽ കൂടെ അതിനൊരു കരുവാക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ നിരയിൽ ദയവ് ചെയ്ത് എന്നെ ചേർത്ത് നിർത്താൻ ശ്രമിക്കരുത്. എനിക്കതിൽ താല്പര്യമില്ല. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിപ്പോവുകയോ ഒരു നിമിഷം അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളേ അല്ല ഞാൻ. കിട്ടിയതെല്ലാം വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാനൊരു പാവപ്പെട്ട സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ഫാക്ടറി തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ചവനാണ്. അങ്ങനെയുള്ള ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് മാറി. 5 വർഷക്കാലം ആ വകുപ്പുകളെല്ലാം സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത്. അക്കാലത്ത് സഹകരണ വകുപ്പായിരുന്നാലും ടൂറിസം വകുപ്പായിരുന്നാലും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ കാര്യത്തിലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഏറ്റവും ദേവസ്വത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കാലമായിരുന്നു അത്. ഞാൻ ആ വകുപ്പ് ചെയ്ത കാലം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന കലാപങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുക എന്ന ആ സങ്കീർണതയെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു, വലിയ അപകടമില്ലാതെ തന്നെ. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ആരോടെങ്കിലും ചോദിച്ചിട്ട് എനിക്ക് എന്നെ മന്ത്രിയാക്കണമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ എന്നെ മന്ത്രിയാക്കി ആ കമ്മിറ്റി തന്നെ പറഞ്ഞു എന്നെ മന്ത്രിയാക്കുമെന്ന് ഞാൻ കരുതിയതല്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പാർട്ടിയാണ് നിശ്ചയമായിട്ടും ഒരാളെ ഏതു സ്ഥാനത്താണ് അയാൾ പ്രവർത്തിക്കേണ്ടത്. അയാൾ മന്ത്രിയായിട്ട് പ്രവർത്തിക്കണോ, MLA ആയിട്ട് പ്രവർത്തിക്കണോ, സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കണോ, ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിക്കണോ, അല്ലെങ്കിൽ യുവജന രംഗത്ത് പ്രവർത്തിക്കണമോ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ തീരുമാനം അത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നിർവഹിക്കാൻ 48 വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ശ്രമിക്കുക. എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അജണ്ടയിൽ കൂട്ടിക്കെട്ടാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത്. എനിക്ക് യാതൊരു തരത്തിലുള്ള ഇച്ഛാഭംഗവും അല്ലെങ്കിൽ എൻ്റെ സെക്രട്ടേറിയറ്റ് എടുത്തില്ല എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ശതമാനം അതിൻ്റെ ഒരു ലക്ഷത്തിലൊരു അംശം ഇച്ഛാഭംഗമോ പ്രയാസമോ ഒന്നും എനിക്കുള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന നിങ്ങൾ പുതിയ ആളുകളാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ. ജൂനിയറായ വലിയ ആളുകൾ ഏതെങ്കിലും പാർലമെന്ററി വ്യാമോഹം താങ്കൾക്കുണ്ടായെന്നുള്ളതാണ്. പാർലമെന്ററി വ്യാമോഹത്തെ പറ്റി എല്ലാ ചർച്ച പാർട്ടിയെ നയിക്കുന്ന കാര്യത്തിൽ പാർട്ടിയെ നയിച്ചുകൊണ്ട് സംഘാടക നിലയിൽ താങ്കളെക്കാൾ ജൂനിയറായ ആളുകൾ സംസ്ഥാന സെക്രട്ടറിയിൽ എത്തുകയും താങ്കൾ അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാർട്ടിക്കകത്തൊരു പരിവർത്തനം നടക്കുന്ന കാലമാണ്. ഇത് പഴയതുപോലെ പോകേണ്ട ഒരു പാർട്ടിയല്ല. നമ്മൾ പശ്ചിമ ബംഗാളാകാൻ ആഗ്രഹിക്കുന്നില്ല. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് എന്താ? പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് 30-35 വർഷക്കാലം ഒരേ ആൾ തന്നെ MP യും MLA യും ഒക്കെ ആയിട്ട് തുടരുക. 80, 85, 90 വയസ്സ് വരെ
പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ നേതൃത്വത്തിൽ തുടരുക, പുതിയ രക്തത്തിന് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി അടഞ്ഞു പോവുക, ഇതെല്ലാം പശ്ചിമ ബംഗാളിലെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് 75 വയസ്സ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രായപരിധി നമ്മുടെ പാർട്ടി നിശ്ചയിച്ചത്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 75 വയസ്സെന്ന പ്രായപരിധി നിശ്ചയിച്ചത് കൊണ്ടാണ് 17 പുതിയ ആളുകൾ എടുക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, 1-2 പേര് ചുരുങ്ങും. 75 വയസ്സെന്ന് പറയുന്ന പ്രായപരിധി വന്നപ്പോൾ എന്ത് പറ്റി? ഏതാണ്ട് 10ഓളം വരുന്ന ആളുകൾക്ക് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാറി നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ ആളുകളെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നാളെ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ ആളുകൾ വരും. ചിലപ്പോൾ 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകൾ കൂടെ വന്നാൽ മാത്രമേ പഴമയും പുതുമയും തമ്മിലുള്ള യോജിപ്പിലൂടെ മാത്രമേ, അങ്ങനെ യോജിച്ച് വരുന്നതിലൂടെ മാത്രമേ നമ്മുടെ പാർട്ടി കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് എന്നേക്കാൾ ജൂനിയറായിട്ടുള്ള, എന്നേക്കാൾ പ്രായം കുറഞ്ഞ, എന്നേക്കാൾ സംഘടനാപരമായിട്ടുള്ള കാലപരിധി ഇല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ 48 വർഷത്തെ കാര്യം പറഞ്ഞു, 48 വയസ്സ് പ്രായമില്ലാത്ത ആളുകൾ തന്നെ ഉയർന്ന കമ്മിറ്റികളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ വരണമെന്നാണ് ഞാനടക്കം ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പം തന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നു. ഞാൻ മാനസികമായിട്ട് തന്നെ കാര്യം എന്ന് വെച്ചാൽ പുതിയ തലമുറ വരണം, പുതിയ ആളുകൾ വരണം. ഞാൻ തന്നെ അവിടെ കയറി തടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് ഒരു യാത്രയുണ്ടോ? അത് ഞങ്ങളുടെ പാർട്ടിയെ ബാധിച്ച ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനെ 75, 80, 85 വയസ്സ് വരെ, ഏതാണ്ട് മരിക്കുന്നത് വരെ തന്നെ പാർട്ടി നേതൃത്വത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, അത് മനസ്സിലാക്കി തന്നെയാണ് പാർട്ടി 75 വയസ്സെന്ന് പറഞ്ഞ പ്രായപരിധി വെച്ചത്. ആ പ്രായപരിധി യഥാർത്ഥത്തിൽ പുതിയ തലമുറയ്ക്ക് വരുന്ന സൗകര്യമാണ്. അതുകൊണ്ട് എനിക്ക് 48 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പാർട്ടിക്കകത്ത് സ്ഥാനക്കയറ്റം നൽകണമെന്ന് ഞാനും പറയില്ല, ആരും പറയാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇല്ല, ഞാൻ അറിയിച്ചില്ല. ഒഴിയാൻ എന്ന് മാനസികമായി ഞാൻ തയ്യാറാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, പുതിയ ആളുകൾ വരണമെന്നുള്ള മനോഭാവം എനിക്കുള്ളത് കൊണ്ടാണ്. പുതിയ ആളുകൾ വരണം, ചെറുപ്പക്കാർ ധാരാളമായിട്ട് വരണം. പത്മകുമാറിൻ്റെത് തെറ്റായിട്ടുള്ള സമീപനമാണെന്ന് ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് സംശയമുള്ളത്? വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നത് മന്ത്രി എന്നുള്ള നിലയിൽ, സ്ഥിരം ക്ഷണിതാവ് എന്നുള്ള നിലയിലാണ്. അത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ്. ഒരു അഡീഷണലായിട്ട് ഒരു സ്ഥിരം ക്ഷണിതാവിനെ വെക്കുകയാണ് എന്ന് സംസ്ഥാന സമ്മേളന പ്രതിനിധികളോടെല്ലാം പറഞ്ഞതാണ്. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന വീണ ജോർജിനെ പോലുള്ള ഒരാൾ നിശ്ചയമായിട്ട് സംസ്ഥാന സമിതിയിൽ വരുന്നത് അവർക്കും പാർട്ടിക്കും ആരോഗ്യ വകുപ്പിനും ഗുണകരമാണ്. ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അവരെ ആക്കിയത്. നേരത്തെ രവീന്ദ്രനാഥ് സാർ ഉണ്ടായിരുന്നു. സാർ ഇവിടെ ജില്ലാ കമ്മിറ്റിയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കിയത്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയാണ്. ആരോഗ്യ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെ സംബന്ധിക്കുന്ന ചർച്ചകൾ സംസ്ഥാന സമിതിയിൽ നടക്കും. ആ ചർച്ചകൾ കേൾക്കാൻ കൂടെ ആ ബന്ധപ്പെട്ട മന്ത്രി ഉണ്ടെങ്കിൽ അത് ഗുണകരമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ ഒരു കുറവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ പറയുന്നത് പാർട്ടി നോക്കുന്നത് പാർട്ടിക്കകത്തുള്ള നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മെറിറ്റായിരിക്കും. അത് നോക്കി എടുക്കുന്ന തീരുമാനങ്ങളാണ് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടി എടുക്കാറുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. എനിക്ക് കണ്ണൂരിലെ രാഷ്ട്രീയവുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവിടുത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. അതെല്ലാം അവിടെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ശരിമയാർന്ന രാഷ്ട്രീയ സംഘടനാ നിലപാടാണ് ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള കൊല്ലം സമ്മേളനം എടുത്ത് ഇത്ര ചിട്ടയായിട്ടുള്ള ഒരു സമ്മേളനം. യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിട്ട് സമ്മേളനം നടന്നപ്പോൾ 25,000-ഓളം വരുന്ന റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച്, ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന ബഹുജനങ്ങളുടെ വലിയ സംഗമം, അങ്ങനെ നാടും നഗരവും ഇളക്കി മറിച്ച് നടന്നതായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള സമ്മേളനത്തിൽ ഒരു കുറ്റവും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കുറ്റവും കാണാൻ സാധിക്കാത്തതുകൊണ്ട് പാവപ്പെട്ട എന്നെപ്പോലുള്ള ആളുകളെ ഒരു ഇരയാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. ദയവ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇരയായിട്ട് നിൽക്കാൻ തയ്യാറല്ല. ഞാൻ അങ്ങനെ ഇരയാകാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് യാതൊരു മോഹവുമില്ല, ഒരു താല്പര്യവുമില്ല. ഇപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്. പാർട്ടി എനിക്ക് ഒരുപാട് തന്നു എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ കാണുന്ന ലോകത്തെ ആകെ ആളുകളെ തന്നെയാണ് നിങ്ങളിലൂടെ എത്തിച്ചേരുന്നില്ലേ, അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നടത്തിയ പ്രചാരണം കുറച്ചുപേരെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. രാവിലെ ഒരു മാധ്യമപ്രവർത്തകന് എന്നോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരെയും കാണുന്നില്ല, ഓരോരുത്തർക്കും സൗകര്യം പോലെ എഴുതി വിട്ടോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീട് അതൊരു
ഒരു കലാപരിപാടിയാക്കി നിങ്ങൾ എന്നെ റെഡിയാക്കാനായിട്ടാണ് തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി ശ്രമിച്ചതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞത് കുറച്ചാളുകൾ കേട്ടിട്ടുണ്ട്. അവിടെ മനസ്സിനകത്ത് കുറച്ചൊരു തെറ്റിദ്ധാരണ, ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇത്രയും ഒരു അത്യാഗ്രഹി ആയിപ്പോയല്ലോ, ഇയാളെ ഈ സെക്രട്ടറിയിൽ വരാത്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നൊക്കെ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അത് എനിക്ക് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല, ഒരുത്തരും അങ്ങനെ ചിന്തിക്കുന്ന അഭിപ്രായമുള്ള ആളാണ്. ഞാൻ കാഡർമാരെ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. 9 വർഷം ഇവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. പാർട്ടിക്കകത്ത് കനത്ത വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്താണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നത്. 9 വർഷത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ ഒറ്റ കെട്ടായിട്ടുള്ളൊരു പാർട്ടിയാക്കി തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ മാറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു. ഒരു കുഞ്ഞിനെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നിങ്ങൾ അടിവരയിട്ട് ലോകത്തോട് പറഞ്ഞു. 2 കഷ്ണമായിരുന്ന സന്ദർഭത്തിലാണ് ഞാൻ ജില്ലാ സെക്രട്ടറി ആകുന്നത്. ഞാൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം വിടുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഒരു കുഞ്ഞിനെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പാർട്ടിയെ ഒറ്റക്കെട്ടാക്കി പുതിയ തലമുറയിൽപ്പെട്ടിട്ട് ആളുകളെ അടക്കം കൊണ്ടുവന്ന് അങ്ങനെ ഈ ജില്ലയിലെ പാർട്ടിയെ, തലസ്ഥാന ജില്ലയിലെ പാർട്ടിയെ നയിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ആ നിലയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചെറിയ കുഞ്ഞുങ്ങൾ 10-20 വർഷത്തിന് മുമ്പ് ജനിച്ച കുട്ടികളാണ് നിങ്ങളിൽ പല ആളുകളും, ഈ മൈക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ 75 ജനിച്ച് ആരും ഈ കൂട്ടത്തിലില്ല, ഒരു കുഞ്ഞുമില്ല. 80-90 ജനിച്ചവരാ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അത്രയും അനുഭവ പരിചയമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ദയവ് ചെയ്ത് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത്. എനിക്ക് 75 വയസ്സായിട്ടുള്ള ആളുകൾ മാറുക എന്ന പാർട്ടിയുടെ പൊതു തീരുമാനം എനിക്കറിയാവൂ. ജൂണോ ജൂലൈയോ ഒന്നും എനിക്കറിയില്ല. സുധാരേട്ടൻ പറഞ്ഞു, സുധാരേട്ടൻ്റെ അഭിപ്രായം, അദ്ദേഹം പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു പാർട്ടി നേതാവാണ്. അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ പാർട്ടി തീരുമാനം 75 വയസ്സ് കഴിഞ്ഞാൽ അവർ മാറിക്കൊടുക്കുക, പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക. മാറിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ. കുറേ വയസ്സന്മാരുടെ പാർട്ടി മാത്രമായിരിക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്. ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനം ആ പാർട്ടി എടുത്തതപ്പോൾ അത് കാരണമാണ് DYFയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വന്നത്. ഞങ്ങളുടെ ഓൾ ഇന്ത്യ സമ്മേളനത്തിൽ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരിൽ 21 വയസ്സ് പ്രായമുള്ള ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. സന്ദീപ് എന്ന് പറയുന്ന ഒരു കൊച്ചു ചെറിയ കുട്ടിയുണ്ട്. അങ്ങനെ അതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങളുടെ കടം കഴിഞ്ഞ കാലത്ത് നിന്നെല്ലാം വ്യത്യസ്തമായ ആധുനിക കാലഘട്ടം, പുതിയ കാലഘട്ടത്തെ നേരിടാൻ പാർട്ടിയെ കരുത്തുള്ളതാക്കി മാറ്റുക, എല്ലാ വെല്ലുവിളികളെയും പഴയ ആ പാരമ്പര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി സഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുകയല്ലേ? പുതിയ തലമുറയെ കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിക്കില്ല? സമ്മതിക്കും. ഓക്കെ. അപ്പോൾ പുതിയ ആളുകൾ ധാരാളമായിട്ട് വരട്ടെ, പുതിയ തലമുറ വരട്ടെ, പാരമ്പര്യമായിട്ടുള്ള ചില രീതികളിൽ നിന്നും മാറി സഞ്ചരിക്കട്ടെ. ഈ നവകേരളം എന്ന് പറയുന്നത് ആ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും എല്ലാവരും ആ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്യുമെന്നുള്ളതാണ്. ഞങ്ങളുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ആ നവകേരള കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്തതാണ്. ലക്ഷക്കണക്കായിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ജോലിയെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, ഞങ്ങളുടെ വർഗം എന്ന് ഞങ്ങൾ പറയുന്നത് നിസ്വവർഗം, ഒന്നുമില്ലാത്ത വർഗം, തൊഴിലാളി വർഗം, അധ്വാനിക്കുന്നവർ, അവരുടെ താല്പര്യങ്ങൾക്ക് ഊനം തട്ടാത്ത വിധത്തിലുള്ള വിഭവ സമാഹരണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ലക്ഷ്യമാണ് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചത് എന്ന കാര്യമാണ് പറയാനുള്ളത്.